ഞാൻ ആജിയ നസ്രീൻ, മാലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസി സെക്കൻഡ് ഇയർ D.Pharm സ്റ്റുഡൻ്റാണ്. ഇന്ന് കാഞ്ഞങ്ങാട് മാവുങ്കാലിലെ ആനന്ദാശ്രമത്തിലേക്ക് നമ്മൾ ഒരു ഫീൽഡ് വിസിറ്റിന് വേണ്ടി വന്നതാണ്. ഇവിടുന്ന് വളരെ സന്തോഷത്തിൽ താല്പര്യത്തിലുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചിട്ട്, ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നല്ല ക്ലാസ് തന്നെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാരൻസിനെ നോക്കേണ്ടത്, അവരോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മളെ മക്കൾക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഒരു മാതൃകയാവണം, എന്നെങ്കിൽ നമ്മളെ വയസ്സാകുമ്പോൾ അവർ നോക്കും എന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഉച്ചഭക്ഷണം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം, ഞാൻ സുഫൈല. ഞാൻ സെക്കൻഡ് ഇയർ D.Pharm സ്റ്റുഡൻ്റാണ്, മാലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസി. ഇന്ന് ഞങ്ങൾ മാവുങ്കാൽ ആനന്ദാശ്രമത്തിലേക്ക് ഒരു വിസിറ്റ് വന്നതാണ്. വന്നപ്പോൾ തന്നെ ഒരു സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പച്ചപ്പും ശാന്തതയും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലായിടത്തും കുറേ കോഡ്സ് ഉണ്ടാകുന്നു. നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് നമ്മളെ ഒന്നും കൂടി നമ്മളെ ബോധവൽക്കരിക്കുന്ന രീതിയിലായിരിക്കും ആ ഓരോ കോഴ്സും ഉണ്ടായിരുന്നത്. സോ അതൊക്കെ ഭയങ്കരമായിട്ട് ലൈക്കായി. പിന്നെ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന്, കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച്. അതിൽ എനിക്ക് ഒന്ന് സ്ട്രൈക്കായ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞങ്ങൾ ജീവിതത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒത്തിരി സന്തോഷം ഇവിടെ വന്നതിൽ. എല്ലാവർക്കും നന്ദി. നമസ്കാരം, എൻ്റെ പേര് സൈനബ. ഞാൻ സെക്കൻഡ് ഇയർ ഫാർമസി ഡിപ്ലോമ കോളേജിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഫീൽഡ് വിസിറ്റായിട്ട് കാഞ്ഞങ്ങാടിലെ ഒരു ആശ്രമത്തിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരുടെ ഞങ്ങളെ നല്ലപോലെ സൽക്കരിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പങ്കുചേർത്തു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ഞങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടാൻ പറ്റി. അതിൽ പിന്നെ ഇവിടുത്തെ ഉച്ചഭക്ഷണമായാലും എല്ലാം നല്ല രീതിയിൽ ഞങ്ങളെ സൽക്കരിച്ചു. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. പ്രകൃതിയോട് ചേർന്നിട്ടുള്ളൊരു ആംബിയൻസാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. മനസ്സ് ശാന്തമായിരിക്കാനും കൂളാവാനുമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. ഗുഡ് മോർണിംഗ്, ഐ എം നിഹാല. ഞാൻ MBCP കോളേജിലത്തെ സെക്കൻഡ് ഇയർ D.Pharm സ്റ്റുഡൻ്റാണ്. ഞാൻ ഇന്നിവിടെ ആനന്ദാശ്രമത്തിൽ കാഞ്ഞങ്ങാട് ഫീൽഡ് വിസിറ്റിനായി വന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് സ്ട്രൈക്കായ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, അത് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ആക്കേണ്ടത്. നമ്മൾ സമാധാനക്കേടും എല്ലാം നമ്മുടെ കൺട്രോളാണ് ഉള്ളത്. സോ വി ഷുഡ് കൺട്രോൾ അവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും നല്ലതിൽ പെരുമാറുക, നല്ല പോസിറ്റീവ് സ്പ്രെഡ് ആക്കുക. അതുകൊണ്ട് നമുക്ക് തന്നെ തിരിച്ചും അവർ പോസിറ്റീവ്നെസ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് സൂഷ്മ. ഞാൻ മാലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെൻറ്ററിലെ അധ്യാപികയാണ്. കുട്ടികൾക്ക് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടന്നത്. പാഠപുസ്തകത്തിനപ്പുറം കുറേ നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ വളരെ പീസ്ഫുള്ളായ നല്ലൊരു ശാന്തമായ സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഭക്ഷണവും നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നതിൽ നിന്നും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ലക്ഷ്യബോധം കണ്ടെത്താൻ വേണ്ടി അവർക്ക് കാര്യമായി നല്ലൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ നിന്ന് തന്നത്. അതിനെല്ലാവർക്കും ഞങ്ങളുടെ വക നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ഷഹനാസ്. ഐ എം ഫ്രം മാലിക് ദിനാർ കോളേജ് ഓഫ് ഫാർമസി. ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
കുട്ടികളെ കൊണ്ട് ഇന്നിവിടെ വന്നപ്പോൾ എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എപ്പോഴും ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേട്ട് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയിട്ട് ഒരു എന്താ പറയുക, കുട്ടികൾ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും കണ്ട് അവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പം കുട്ടികൾക്കും അതൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. എസ്പെഷ്യലി ഇവിടുത്തെ ക്ലാസ് ആണെങ്കിലും എന്താ പറയുക, കുട്ടികളൊന്നുകൂടെ കോൺസെൻട്രേഷനും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ക്ലാസ്സായിരുന്നു. മാത്രമല്ല പാരൻറ്റിങ്ങിനെ കുറിച്ചും ഏകാഗ്രതയെ കുറിച്ചൊക്കെ ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. കുട്ടികൾക്കും ഈവൻ നമ്മൾ സ്റ്റാഫിനാണെങ്കിൽ പോലും ഒരു ബെനിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് തോന്നിയത്. എല്ലാം കൊണ്ടും നല്ലൊരു മികച്ചൊരു ക്ലാസ്സായിരുന്നു. എന്തുകൊണ്ടും കുട്ടികൾക്ക് വരാനും കേൾക്കാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണിത്. സോ ഹാപ്പി.